ഒരു മൈലേജ് ഫിഗേഴ്സ് എങ്ങനെയാണെന്ന് വൃത്തി ഓടിക്കുകയാണെങ്കിൽ GT ഓടിക്കുന്ന പോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂസ് ആണ്. അതെ. അപ്പം ആ ഒരു ഇഷ്യൂ ഏട്ടൻ ഈ വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ആ സമയത്ത് ബേസിക്കലി വണ്ടി സ്റ്റാർട്ട് ആവില്ലായിരുന്നില്ല. അപ്പൊ അത് ടോ ചെയ്ത് പോയി. അതിനുശേഷം ഇഷ്യൂ വന്നത് എനിക്കൊന്ന് കഴിഞ്ഞ മാസം മറ്റേ പോരായ്മ എന്ന് പറയാൻ വേണ്ടിട്ട് ഈ വണ്ടിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിയിൽ? നെഗറ്റീവ് സൈഡിൽ ബേസിക്കലി നോക്കിയാൽ പോളോ GTയുടെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം നമ്മൾ സർവീസ് കോസ്റ്റ് ഹൈ ആണെന്നുള്ളൊരു മിത്താണ്. ഞാൻ ഡെലിവറി എടുത്ത ഷോറൂമിൽ നിന്ന് ഇറങ്ങി, എൻ്റെ വൈഫ് സൈഡിലിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ വണ്ടീൻ്റെ സ്പെല്ലിങ് ബാക്കിൽ നെയിമിങ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാം. അപ്പം നമ്മളെടുത്ത് കിട്ടിയ ശേഷമാണ് കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാവും. നമ്മളെടുത്ത് കുറച്ച് പൈസ ചിലവാകും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വലിയ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നന്ദി കുറച്ചും കൂടെ സ്പെഷ്യലാണ്. കാരണം നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സായി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വോൾസ്വാഗൻ പോളോ ആണ്. പോളോന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ പോളോ ഒക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോളോനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എൻ്റെ ഏട്ടനെ ഞാൻ ഈ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഏട്ടാ, താങ്ക് യു ഏട്ടാ. അപ്പോൾ ഏട്ടനെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും എന്തായാലും പരിചയം ഉണ്ടാവും. ഏട്ടൻ്റെ ടിഗ്വാൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ കയ്യിൽ വേറൊരു സാധനം കൂടി ഉണ്ട്. അതാണ് ഈ കിടക്കുന്നത്, നമ്മുടെ വോൾസ്വാഗൻ പോളോ GT. വെറും GT അല്ല, DSG ഗിയറോട് വന്നിട്ടുള്ള ആദ്യത്തെ വേർഷൻ GTയിൽ പെടുന്നൊരു വണ്ടിയാണ് അല്ലേ? അതെ. അപ്പോൾ ഏട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് ഫോർ 1K സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു ഏട്ടാ. സത്യം പറഞ്ഞാൽ ഏട്ടന് ഒരു വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ വന്നിട്ട് ഏട്ടൻ്റെ ടിഗ്വാനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പം എല്ലാത്തിനും വലിയ നന്ദി ഏട്ടാ. അപ്പോൾ നമ്മുടെ 1K സബ്സ്ക്രൈബ് ആയാലും ഏട്ടന് വലിയൊരു പങ്കുണ്ട്. നിനക്കും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഏട്ടാ. അപ്പോൾ ഏട്ടാ, നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. കാരണം പോളോ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഒന്നും അധികം നമ്മൾ പറഞ്ഞ് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു യൂസർ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയ വീഡിയോ. ശരി, ഞാൻ ചെറിയൊരു ആക്സലറേഷൻ കൊടുത്തു നോക്കാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. വെറുതെ അല്ല ഇപ്പോഴും പിള്ളേർ പോളോന്റെ ബാക്കിൽ നടക്കുന്നത്. ഭീകര പെർഫോമൻസ് ആണ്. ഒന്നും കൂടെ കൊടുക്കാം. ഇവര് എടുത്തിട്ട് ബാക്കിലോട്ട് പോകുന്ന ഒരു ബ്രേക്കിംഗ് ആയാലും അന്യായ ബ്രേക്കിംഗ്. അങ്ങ് കാണാം, നമ്മൾ ചവിട്ടി വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം വണ്ടി വാങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി ചേട്ടാ? ഒരു 6 വർഷത്തിന് മേലെ. 6 വർഷത്തിന് മുകളിൽ. അപ്പോൾ ഏട്ടൻ്റെ പോളോയിലേക്ക് വരാനുള്ള ഒരു കഥയൊക്കെ ടിഗ്വാൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളറ്റ് വാങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങുന്നതെന്ന് കണ്ട് പെട്ടെന്ന് വേറെ കമ്പാരിസണും പരിപാടികളൊന്നും നടത്താണ്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വാങ്ങിയൊരു വണ്ടിയാണ്. അതാദ്യം TDI പോളോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് DSG. ആദ്യം ഒരു ഡീസൽ പോളോ ആണ് വാങ്ങിയത്. ഡീസൽ ഗ്രേ കളർ. അത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടോ? അത് ഏകദേശം ഒരു 98,000 കിലോമീറ്റർ ഓടിച്ചു. 98,000 ഒരു 4 വർഷത്തില്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇതെടുത്തു. അപ്പം പോളോ ഡീസലിന് ഈ ഒരു പെട്രോൾ DSG വണ്ടിയിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തത്? ഒന്ന്, നമുക്ക് ഒരു ഡ്രൈവിംഗ് ഫീൽ ഡിഫറൻസ് ഉണ്ട് എന്തായാലും. അതായത് നമുക്കൊരു ഡീസൽ എഞ്ചിന് പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഡീസൽ നമുക്ക് ആ ടർബോ കിക്ക് സ്റ്റാർട്ട് ആവണം. അപ്പോൾ അതിനുള്ളൊരു ഇനീഷ്യൽ ലാക്ക് ടൈം ഉണ്ട്. DSGയിലേക്ക് വരുമ്പം 1.2 GTയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ആ ഒരു ഇനീഷ്യൽ നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇമ്പാക്ട് അറിയാൻ പറ്റും. നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീഡ്ബാക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പം അതൊരു ഭയങ്കര ഡിഫറൻസ് ആണ്. ടർബോ ലാഗ് ഉണ്ട്. ടർബോ കിക്ക് സ്റ്റാർട്ട് ആവാനൊരു എനിക്ക് തോന്നുന്നു 2000 RPM ആ ഒരു റേഞ്ചിൽ എത്തിയാൽ മാത്രമേ ടർബോ കിക്ക് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ അതുവരെ ലാഗ് വരും. പിന്നെ അത് മാനുവൽ ഗിയർ ബോക്സ് ആണ്.
മാനുവൽ ഓടിക്കാനുള്ള സുഖമുണ്ട് എന്തായാലും ഫോർ ഷുവർ. GT വന്നപ്പോൾ GT ബേസിക്കലി ഒരു എന്താ പറയണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആഗ്രഹമുള്ള വണ്ടിയായിരുന്നു GT. കാരണം 1.2 ലിറ്റർ GT തന്നെ ആ സമയത്ത് ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്, ഓട്ടോമാറ്റിക്കിലും നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഒരു 6 വർഷം മുന്നേ നോക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്സിൽ ഇത്ര നല്ല സ്മൂത്ത് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഇത്ര നല്ല റെസ്പോൺസ് കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് കംഫർട്ടുള്ളൊരു ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴും നോക്കിയാൽ ആ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഇപ്പൊ i20 N-Line വന്നെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് ഇപ്പോഴും ഐ ലവ് പോളോ. കാരണം വേറെ ഇപ്പൊ അടുത്ത പോളോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ വേറെ പോളോ എടുത്ത് പുതിയ പോളോ എടുത്ത് തന്നെ. അപ്പൊ അതില്ലാത്തതോടെ ഞാനിത് കൈമ തന്നെ വെക്കുന്നത്. അത്രയും ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഒരു ഡ്രൈവേഴ്സ് കാറാണ്, ഒരിക്കലും ബാക്ക് സീറ്റ് കംഫർട്ട് ഉണ്ടെന്ന് ഞാൻ പറയില്ല. അപ്പൊ അത് ഭയങ്കര കുറവാണ്. അപ്പം നമുക്ക് ബേസിക്കലി ഡ്രൈവേഴ്സ് കാറായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ത്രില്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതിന്റെ ഒരു മൈലേജ് ഫിഗേഴ്സ് എങ്ങനെയാണെന്ന്? അതെ, നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മൈലേജ് പെർസ്പെക്റ്റീവില് നമ്മൾ വൃത്തി ഓടിക്കുകയാണെങ്കിൽ എബൌട്ട് 12 എന്തായാലും കിട്ടും. 12-14 റേഞ്ചിൽ മൈലേജ് കിട്ടും. 12 to 14 റേഞ്ചിൽ കിട്ടും. ഞാൻ പണ്ടൊക്കെ നാട്ടിലേക്കൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു 380 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്താലേ വിത്ത് ഹൈവേ, ഗാർഡ് സെക്ഷൻ, സിറ്റി എല്ലാം കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ വൃത്തി അടിച്ച് ഒരു 13 ആവറേജ് കിട്ടാറുണ്ട്. ഇപ്പോഴും എനിക്ക് 12 കിട്ടാറുണ്ട്. സോ മൈലേജ് പെർസ്പെക്റ്റീവിൽ 12 to 14 ആണ് കിട്ടുന്നത്. GT ഓടിക്കുന്നവരെ ഓടിച്ചു കഴിഞ്ഞാൽ 10 എന്തായാലും കിട്ടും. 9-10 എന്തായാലും കിട്ടും. GT ഓടിക്കുന്ന ഓടിച്ചാലും 9-10 കിട്ടും. സ്പോർട്സ് മോഡ് ഓടിച്ചാലൊക്കെ 9 റേഞ്ചിൽ കിട്ടാറുണ്ട്. പിന്നെ സാധാരണ പോളോയില് ഞാൻ കേട്ടിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ABS സെൻസറിന്റെ ഒക്കെ ഇഷ്യൂസ് ആണ്. അപ്പം ആ ഒരു ഇഷ്യൂ ആയിട്ട് ഈ വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇന്നേ വരെ ആ ഒരു ABS സെൻസർ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ആ പോളോ എടുത്ത സമയത്ത് എൻ്റെ ഫ്രണ്ട്സിന്റെ വണ്ടിയിൽ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ വണ്ടിയിൽ അല്ലെങ്കിൽ ഞാൻ ഷോറൂമിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വരുന്ന വണ്ടികളിലൊക്കെ മിക്കവാറും വണ്ടികളിലൊക്കെ വരുന്ന പോളോന്റെ GTയുടെ പ്രശ്നം ABS സെൻസർ ഇഷ്യൂ ആയിരുന്നു. ഈ വണ്ടിയിൽ ഇന്നേ വരെ ABS സെൻസർ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എനിക്ക് ബേസിക്കലി പറഞ്ഞ് ഈ വണ്ടി എടുത്തിട്ട് റെഗുലർ സർവീസിന് പുറമെ ഞാൻ 2-3 തവണ മാത്രമേ അല്ലാതെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സർവീസ് സെന്ററിൽ പോകേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഞാൻ ഈ വണ്ടി എടുത്തിട്ടൊരു 2 മാസത്തിനുള്ളിൽ എനിക്ക് സ്പാർക്ക് പ്ലഗിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇഗ്നിഷൻ സ്പാർക്ക് പ്ലഗിന്റെ. അപ്പൊ ആ സമയത്ത് ബേസിക്കലി വണ്ടി സ്റ്റാർട്ട് ആവില്ലായിരുന്നില്ല. അപ്പൊ അത് ടോ ചെയ്ത് പോയി സ്പാർക്ക് പ്ലഗ് റീപ്ലേസ്മെന്റ് ചെയ്തു. ആ ഇനീഷ്യൽ 3 months വന്നതാണ്. അതിനുശേഷം അങ്ങനെ കാര്യമായിട്ട് യാതൊരു ഇഷ്യൂസ് വന്നിട്ടില്ല. അതിനുശേഷം ഇഷ്യൂ വന്നത് എനിക്കൊന്ന് കഴിഞ്ഞ മാസം മറ്റേ നമ്മുടെ വാട്ടർ പമ്പിന്റെ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്. അത് വേറെ ആണ്. ഇപ്പോൾ 6 വർഷം ആയതുകൊണ്ട്. വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ വൈപ്പറിന്റെ അല്ല, എനിക്കൊന്ന് കൂളനിലേക്കും ഒക്കെ പമ്പ് ചെയ്യുന്ന ഒരു പമ്പ് ഉണ്ട്. അപ്പം അതിന്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വന്നു. അതല്ലാതെ ഒരു കാര്യമായിട്ടൊരു പ്രശ്നങ്ങളോ എനിക്ക് ഈ വണ്ടിയിൽ ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തായാലും എന്താന്ന് പറയാ, പോരായ്മ എന്ന് പറയാൻ വേണ്ടിട്ട് ഈ വണ്ടിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടോ ഈ വണ്ടിയിൽ? നെഗറ്റീവ് സൈഡിൽ ബേസിക്കലി നോക്കിയാൽ ഓക്കെ, നമ്മളെ ഈ AC വെൻസിന്റെ നമുക്ക് ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു നോബുണ്ട്. ഈ സംഭവം ഇടക്കിടക്ക് കേടാവും. ഇതിനൊരു ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും ഫോക്സോയിലിനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതെനിക്കിപ്പം ഈ വണ്ടി തന്നെ ഞാനൊരു 2-3 തവണ ടോട്ടലായിട്ട് AC വെൻസിൽ സമ്മർ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ഈ നോബായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സാധാരണയായിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ കംപ്ലീറ്റ് യൂണിറ്റ് റീപ്ലേസ് ചെയ്യണം. കംപ്ലീറ്റ് യൂണിറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും. അപ്പം അങ്ങനെ ഒരു ഇടക്കിടക്ക് വരുന്നൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി വരുന്നൊരു ഇഷ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ AC വെന്റിന്റെ നോബ് ഇഷ്യൂ ആണ്. കാരണം അതിലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതല്ലാതെ വേറെ കാര്യമായിട്ട് ഒരു ഇഷ്യൂ ഞാൻ ഇതുവരെ ഫേസ് ചെയ്ത് വന്നിട്ടില്ല. ഇല്ല. അപ്പം എത്ര കിലോമീറ്റർ ഈ ഒരു 6 കൊല്ലത്തിനുള്ളിൽ? ഇത് അത്യാവശ്യം ഒരു 70,000 അടുത്ത് ഓടി. കാരണം അതിനിടെ 2 കൊല്ലം കോവിഡ് ഒക്കെ വന്ന് ഓട്ടൊക്കെ കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡിഗ്വാൻ വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ കുറച്ച് ഓട്ടം കുറഞ്ഞാൽ ഒരു 70,000. സാധാരണ എല്ലാവരും വോൾസ്വാഗന്റെ കാർ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ബാക്കിലോട്ട് ആവാനുള്ള ഒരു കാരണം സർവീസ് കോസ്റ്റ് ആണ്. അതെ. അപ്പൊ നമ്മുടെ പോളോ GTയുടെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം നമ്മൾ സർവീസ് കോസ്റ്റ് ഹൈ ആണെന്നുള്ളൊരു മിത്താണ്. ബേസിക്കലി പണ്ട് ഞാൻ ഫസ്റ്റ് പോളോ എടുത്ത സമയത്ത് ആ സമയത്ത് സർവീസ് കോസ്റ്റ് ഒക്കെ കുറച്ച് ഹൈ ആയിരുന്നു. പാർട്സിന് കോസ്റ്റ് കുറച്ച് ഹൈ ആയിരുന്നു. കാരണം ആ ഫോക്സ്വാഗൻ ഇന്ത്യയിലേക്ക് വന്ന ടൈമാണത്. അതിനുശേഷം
ഈ വണ്ടി വന്നപ്പം ഇപ്പം എനിക്കിപ്പം ഒരു ഇയർലി ആണ് സർവീസ്, ഇയർലി അല്ലെങ്കിൽ 15,000 കിലോമീറ്റേഴ്സ്. അപ്പോൾ അതിൽ ഒരു 10,000 to 12,000 റുപ്പീസാണ് സർവീസ് കോസ്റ്റ് വരിക. മോസ്റ്റ്ലി ഇപ്പോൾ ഫോക്സ് വാഗൻ ആണെങ്കിൽ നോർമലി സർവീസ് പാക്കേജ് കൊടുക്കാറുണ്ട്. 2 year സർവീസ് പാക്കേജ്, എനിക്കൊന്ന് ഒരു 20,000 രൂപയോ 25,000 രൂപ അങ്ങനെ എന്തോ ആണ് 2 year സർവീസ് പാക്കേജ്. അതിലവർ ബേസിക്കലി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, പിന്നെ ഫുൾ സർവീസ്, പിന്നെ വീൽ അലൈൻമെൻറ്റ് 2 തവണ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ പാക്കേജിൽ വരും. അപ്പോൾ അത് കവേർഡാണ്. അപ്പം എനിക്ക് തോന്നുന്നു 25,000 ആണെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ ഫോർ 2 years. അപ്പം ഒരു വർഷത്തേക്ക് ഒരു 12,500 റുപ്പീസ് പെർ ഇയർ. 12,500 per year. അപ്പോൾ ലെസ് ദാൻ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ 1 rupee പെർ കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ അത് സാധാരണ എല്ലാ വണ്ടിയിലും വരുന്ന രീതിയിലുള്ള ഒരു സർവീസ് കോസ്റ്റ്. അതെ, നമ്മളിപ്പം ഹുണ്ടായിൻ്റെ വണ്ടി എടുത്താലും അല്ലെങ്കിൽ ടാറ്റയുടെ വണ്ടി എടുത്താലും ഇപ്പം എല്ലാ വണ്ടിയിലും ഏകദേശം ഒരു വരുന്ന നോർമൽ സർവീസ് കോസ്റ്റ് ആണത്. അപ്പോൾ ഒരു ഹൈ സർവീസ് കോസ്റ്റ് എന്ന രീതിയിൽ പറയാനില്ല. പിന്നെ പാർട്സിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ പാർട്ട് റീപ്ലേസ്മെന്റ് ഇപ്പം ഇവർക്ക് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് തുടങ്ങിയതിന് ശേഷം വരുന്ന പാർട്സ് ഒക്കെ ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. പിന്നെ പാർട്ട് കോസ്റ്റും ഭയങ്കര ഹൈ അല്ല. ഇപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ടിഗ്വാനിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്യേണ്ട പാർട്സ്, ഇപ്പം ജർമ്മനിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പാർട്സ് ആണെങ്കിൽ അന്നേരം നമുക്കൊക്കെ പാർട്ട് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഹൈ ആണ്. പക്ഷേ പോളണ്ട് കേസിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ഉണ്ടായിരുന്നൊരു വണ്ടി ആയതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ പാർട്സ് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ കോസ്റ്റും അത്ര ഹൈ അല്ല. പിന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഹൈവേയിൽ പോകുമ്പോഴും ഒരു ഫ്രം എ ഡ്രൈവേഴ്സ് പെർസ്പെക്റ്റീവ് ഒരു എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കാറാണ്. ഇപ്പം ഞാനിപ്പോൾ ടിഗ്വാൻ ഓടിക്കുമ്പോഴും പോളോ ഓടിക്കുമ്പോഴും ആ പോളോയിൽ കിട്ടുന്ന ഒരു ഇനീഷ്യൽ ത്രോട്ടിൽ ആ ഒരു ആക്സിലേറ്റർ കിട്ടുന്ന ഒരു നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ആ എഞ്ചിൻ സൗണ്ടും ചെറിയ ഹാപ്പിനെസ്സും അത് നമുക്ക് വേറെ വണ്ടിയിൽ എനിക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഇപ്പോഴും പോളോ എടുക്കും. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇടയ്ക്ക് വണ്ടി ഇപ്പം വൈഫ് ഓഫീസിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഞാൻ വണ്ടി എടുത്തിട്ട് പോകും. അപ്പം അത് ആ ഒരു ഡ്രൈവിംഗ് ഫീൽ എപ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്താന്ന് പറയുക, നമ്മുടെ സിവിക് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതുപോലൊരു വേറൊരു തരത്തിലുള്ള ഒരു പ്രത്യേക സുഖമാണ്. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ആൾക്കാർ ഇതിനോട് പ്രിഫർ ചെയ്യാത്തത് ഇതൊരു ഫാമിലി കാർ അല്ലാത്തവരാണ്. അപ്പം അതിപ്പം ഫോർ ഷുവർ ഞാൻ ബാക്കിൽ ആൾക്കാർ 4 പേർക്ക് ഇരുന്നിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് ഹൈ നീളമുള്ള ആളൊക്കെ ആകുമ്പോൾ ബാക്കിലിരിക്കാനൊരു ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ 6 feet ടോളാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ സീറ്റ് എപ്പോഴും ബാക്കോട്ടായിരിക്കും. ആ സമയത്ത് ബാക്കിൽ ആൾക്കാർക്ക് ഇരിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. 4 ആൾക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2 പേരാണെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വെഹിക്കിൾസ്. എനിക്ക് ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏട്ടൻ്റെ വണ്ടിയാണെന്നുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വണ്ടിയോടുണ്ട്. അതുകൂടാണ്ട് ഞാൻ മുമ്പ് ആദ്യമായിട്ട് വർഷേനെ കാണാൻ വരുന്നത്, എൻ്റെ ഭാര്യനെ കാണാൻ വരുന്ന സമയത്ത് ഏട്ടൻ എനിക്ക് ഈ വണ്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വർഷയും കൂടിയിട്ട് ഈ വണ്ടിയിൽ ഒരുപാട് ബാംഗ്ലൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ അതും ആ ഒരു കാര്യം കൂടെ എനിക്ക് ഈ വണ്ടിയിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കൊള്ളാം. അങ്ങനെ നല്ല കാര്യം. ഞാനിക്കത് ഓർമ്മയില്ല, പക്ഷെ അതൊക്കെ ദുബായിൽ നിന്ന് നേരെ ബാംഗ്ലൂരാന്ന് വന്ന് ഇറങ്ങിയത്. എന്നിട്ട് പോകാൻ വേണ്ടിട്ട് വണ്ടി ആയിട്ട് ഫോളോ ആന്ന് തന്നു വിട്ടത് ആ സമയത്ത്. പിന്നെ ആ സമയത്ത് ഞാൻ അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് പോളോ ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഹോണ്ടയുടെ പുതിയ 2018 മോഡൽ ഹോണ്ട CVT ഗിയർ ബോക്സ് ഒക്കെ വരുന്നൊരു ഹോണ്ട സിവിക് ആയിരുന്നു. അപ്പം അതിന്ന് ഡയറക്റ്റ് പോളോയിലോട്ട് വന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൊണ്ടിട്ട് വണ്ടി വെറുതെ ഇങ്ങനെ ഗിയറിലിട്ടിട്ട് കാലിങ്ങനെ ഇളക്കിയിട്ട് വർഷമായിട്ട് സംസാരിക്കായിരുന്നു ഫോണിൽ. വണ്ടി ആക്സിലറേഷൻ കൂടെ കൊടുത്തിട്ടില്ല, ചുമ്മാ അനങ്ങി ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോവാണ്. അതിന് നമ്മുടെ ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം പോലും എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല വണ്ടിയിൽ. ഇപ്പൊ നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ഈ ഒരു ലോ എൻഡ് കാർസിൽ കിട്ടുക എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു പോളോയിൽ ആ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ പോളോയിൽ മാത്രമാണ്. പിന്നെ ഫോക്സ് വാഗൻ പോളോ ഒന്നും ആ ഒരു DSG ഗിയർ ബോക്സ് എടുത്ത് കളഞ്ഞു. ഡയലൂട്ടായി. പിന്നെ എനിക്കൊന്നും ഇപ്പം ലേറ്റസ്റ്റ് പോളോ ഇപ്പം നിർത്തുന്നതിന് മുമ്പേ വന്ന പോളോയൊക്കെ നമുക്ക് കണ്ടുവച്ചാൽ ആ ഒരു പോളോ എന്നുള്ളൊരു ഫാക്ടറിൽ ആ ഒരു എന്താ പറയുക പഴയ ക്വാളിറ്റി കുറച്ച് ഡയലൂട്ടായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം DSG ഗിയർ ബോക്സ് പോയി, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് ഞാനെടുത്ത സമയത്തൊക്കെ ഒരു DSG ഗിയർ ബോക്സ് 1.2 ലിറ്റർ TSI എഞ്ചിൻ DSG ഗിയർ ബോക്സിൻ്റെ കോമ്പിനേഷൻ അത് ഒരു
ഭയങ്കര ഓടിക്കാൻ സുഖമുള്ള കോമ്പിനേഷൻ ആയിരുന്നു അത്. അപ്പോൾ ഈ സമയത്ത് ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പോളോ അല്ലാതെ ഒരു ഹാച്ച് ബാക്ക് കോമ്പറ്റീറ്റർ ആ സമയത്ത് ഉണ്ടായത് i20 മാത്രമായിരുന്നു. അപ്പോൾ അത് നോൺ കമ്പാരബിൾ ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ GT വേഴ്സസ് i20 എന്ന് പറഞ്ഞാൽ ആ സമയത്തും നോർമൽ ഒരു മാനുവൽ ഗിയർ ബോക്സ് i20 ഒരു നോൺ കമ്പാരബിൾ ഓപ്ഷൻ ആയിരുന്നു. പിന്നീടാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർ എന്താ പറയുക, ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സിലാണ് കുറച്ചും കൂടി ഓട്ടോമാറ്റിക്സിലേക്കും അല്ലെങ്കിൽ കാറുകൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ കുറേ ഓട്ടോമാറ്റിക് കാറുകൾ ഇറങ്ങാനും തുടങ്ങിയത്. പണ്ട് എത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ലക്ഷറി സെഗ്മെന്റിലേക്ക് പോവാതെ ഒരു ഓട്ടോമാറ്റിക് കാർ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കൊന്ന് പോളോവും വെൻഡോവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നു വേറെ എനിക്ക് നിസാൻ മൈക്ര ഉണ്ടായിരുന്നു, കമ്പാരബിൾ ആയിരുന്നില്ല. അപ്പോൾ നീ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്. നമ്മളിപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വണ്ടി ഇപ്പം 0 to 100 ചെയ്യുന്ന സമയത്തായാലും ഗിയർ ചേഞ്ച് നമ്മൾ അറിയില്ല, അത്രയും റിഫൈൻഡ് ആണ്. റിഫൈൻമെന്റിന്റെ കൂടെ ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നമ്മളൊന്ന് കയറ്റി വിടണം എന്ന് വിചാരിച്ചെന്ന് ഒന്ന് പെഡൽ ഡൗൺ ചെയ്യേണ്ട താമസം ഇതങ്ങ് പോപ്പപ്പ് ചെയ്ത് അങ്ങ് എടുത്തിട്ട് പോകുമല്ലേ. അതെ, നമുക്ക് ആ ഫീഡ്ബാക്ക് ഭയങ്കര ക്യുക്കാണ്. അപ്പോൾ നമ്മൾ പെഡൽ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ ആ ഒരു ഫീഡ്ബാക്കും കിട്ടും എഞ്ചിന്ന്. അപ്പോൾ അതൊരു ഭയങ്കര ത്രില്ലിംഗ് ആണ്, അഡ്രിനാലിനാണ്. ഫോർ എക്സാമ്പിൾ വേറെ ഗിയർ ബോക്സ് AMT ഗിയർ ബോക്സുള്ള വണ്ടികളിലും ഒക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വണ്ടി ഓവർടേക്കുന്ന സമയത്ത് മുമ്പ് വേറെ വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശേഷം ഈ വണ്ടിയുടെ പകുതിയൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇത് നമ്മൾ കൊടുക്കുന്ന ആക്സിലേഷനിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ റൈറ്റ് ടൈം ഗിയർ ഷിഫ്റ്റ് വരുന്നില്ല, ആ ആക്സിലേഷൻ കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ബാക്കോട്ട് വരണം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് പ്രശ്നങ്ങൾ വരും. അതെനിക്ക് നോർമൽ AMT ഗിയർ ബോക്സിൽ വണ്ടികൾ ഓടിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ DSD ഗിയർ ബോക്സിന്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. നമുക്ക് ആ കോൺഫിഡൻസ് 100% നമ്മളൊരു ഹ്യൂമൻ എങ്ങനെ വണ്ടി ഓടിക്കുന്നു അതിനെക്കാട്ടിയും റിഫൈൻഡ് ആയിട്ട് ഗിയർ സ്വിച്ചും അല്ലെങ്കിൽ നമുക്ക് ആ ഫീഡ്ബാക്കും ആ ഗിയർ ബോക്സിൽ നിന്നും എഞ്ചിൽ നിന്നും കിട്ടും. അപ്പം ഫ്രം എ കോൺഫിഡൻസ് പെർസ്പെക്റ്റീവ് എപ്പോഴും നമ്മൾ മനസ്സ് വിചാരിക്കുന്നിടത്ത് വണ്ടി ഉണ്ടാവും. അതെ അതെ അതെ, അത് വലിയൊരു സംഭവം. കാരണം ഇത് നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് പായിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മളെ മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിലും കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ കോൺഫിഡൻസിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതൊരു കോൺഫിഡൻറ്റ് പരിപാടിയാണ്. അടിപൊളിയാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇനീഷ്യലി ഏട്ടൻ ഓടിച്ച വണ്ടി എടുത്ത സമയത്ത് ഏട്ടന് മേച്ചി മാത്രമായിരുന്നു. അപ്പൊ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം 3 പേർക്ക് ഇപ്പം കൂടെ ഏട്ടൻ ഇപ്പൊ കുഞ്ഞ് വളരെ ചെറിയ മോനായതുകൊണ്ട് അതിന് ബാക്കിലിരിക്കാനുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ ലോങ് ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്ത സമയത്തൊക്കെ? ടിഗോനൊക്കെ വരുന്നത് ഈ വണ്ടി എടുത്തിട്ട് ലോങ് ഡ്രൈവ്സ് കുറെ പോയിട്ടുണ്ട്. എനിക്ക് ആ സമയത്തുള്ള എല്ലാ ട്രിപ്സും പോയതൊക്കെ ഇതിൽ തന്നെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് ഗോവ അല്ലെങ്കിൽ പോണ്ടിച്ചേരി, പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ നമ്മൾ ഇവിടത്തേക്ക് നമ്മളെ കോവളം, ബാംഗ്ലൂർ ടു കോവളം, അങ്ങനെ കൊച്ചി, അപ്പം അങ്ങനെ കുറെ ഒരുവിധെല്ലാം ഡ്രൈവ്സും പോയത് ഈ വണ്ടിയിലാണ്. അപ്പം ഒരു ജേർണിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടയറിംഗ് ആണോ അല്ല? ഞാൻ പറഞ്ഞു, ഞാനിപ്പം ബേസിക്കലി ഈ വണ്ടി എടുത്തിട്ട് നോർമലി യാത്ര ചെയ്യുമ്പോൾ ഞാൻ നാട്ടിലേക്ക് ഓടിക്കുന്ന സമയത്ത് ഒരു 7 hours ഡ്രൈവ് നോർമലി സിംഗിൾ സ്ട്രക്ചർ ഓടിക്കാറുണ്ട്, അല്ലെങ്കിൽ വിത്ത് 1 or 2 ബ്രേക്സ് ഓടിക്കാറുണ്ട്. അപ്പം ഒരു ഡ്രൈവർ പെർസ്പെക്റ്റീവിൽ വെൻ യു എൻജോയ് ഡ്രൈവിംഗ് ആ ഒരു ടയർഡ്നെസ് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ബേസിക്കലി എനിക്ക് ഇപ്പം നമ്മളിപ്പം ഈ ക്യാബിൻ നോക്കിയാലും മോസ്റ്റ്ലി ഒരുവിധം സൗണ്ട് പ്രൂഫാണ്. നമുക്ക് ബേസിക്കലി അങ്ങനെ എക്സ്റ്റേണൽ സൗണ്ട് അത്രയും ഒരു ലക്ഷറി വണ്ടി പോലെ റിഫൈൻഡ് അല്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ വെൻ യു കമ്പയർ ടു അതർ വെഹിക്കിൾസ് ഓഫ് ദിസ് ക്ലാസ് കുറച്ചും കൂടി സൗണ്ട് പ്രൂഫിംഗ് ഉണ്ട്, കുറച്ചും കൂടി റിഫൈൻഡ് ആണ്. അപ്പം ഫ്രം എ ടയറിംഗ് പെർസ്പെക്റ്റീവ് കാരണം എനിക്ക് അത്ര ടയറിംഗ് ഫീൽ ചെയ്യാറില്ല. കാരണം നമ്മുടെ ഒരു സീറ്റിംഗ് കംഫർട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് പൊസിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്മൂത്തറാണ് തോന്നാറ്. അങ്ങനെ ടയറിങ്ങും അങ്ങനൊരു പരിപാടി എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ബേസിക്കലി നമ്മൾ ട്രാവലിംഗ് ചെയ്യുമ്പം 2 പേരാണെങ്കിൽ ദ മോസ്റ്റ് കംഫർട്ടബിൾ. 4 പേരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബാക്കിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ലെഗ് സ്പേസിന്റെ ഇഷ്യൂ ഉണ്ട് പോളോന് എപ്പോഴും. ഒരു 3 പേര് ബാക്കിലിരിക്കേണ്ട അവസ്ഥ വന്നാലാണ് കുറച്ച് ടഫ് ആവുക നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ബേസിക്കലി ആ ഒരു സേഫ്റ്റി ബീം സെൻറ്ററിലൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബാക്ക് സീറ്റിൽ നമ്മളിരിക്കുന്ന പോകുമ്പോൾ ഫ്ലോറിൽ
പൊന്തിക്കെടുക്കും. അപ്പോൾ മിഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എപ്പോഴും ഒരു ഡിസ്കംഫർട്ട് ആണത്. പക്ഷേ ഫ്രം എ സേഫ്റ്റി പെർസ്പെക്റ്റീവ് ദാറ്റ് ഇസ് നീഡഡ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബാക്കിൽ 3 പേർക്ക് ഇരുന്ന് പോകാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയല്ല ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ. അങ്ങനത്തെ ആ ഒരു പെർസ്പെക്റ്റീവില് യെസ്. നമ്മൾ സാധാരണ ഇന്നോവയെ കുറിച്ചൊക്കെ പറയില്ലേ, ലോങ് ഒക്കെ പോകാൻ അടിപൊളിയാണ്. അതുപോലെ ഇതിനെ കുറിച്ച് ഇപ്പോൾ 2 പേരാ യാത്ര ചെയ്യുന്നെങ്കിൽ ലോങ് ഒക്കെ പോകാൻ നല്ലതാണ്, വളരെ നല്ലതാണ്. നമുക്ക് നമ്മൾ ലോങ് പോകുമ്പോൾ നമുക്ക് ബേസിക്കലി നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫ് ഷീ ലവ്സ് ഡ്രൈവിംഗ്. അപ്പം ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ 2 പേരാണെങ്കിൽ ലോങ് പോകാൻ ഭയങ്കര സുഖമാണ്. കാരണം 2 ആൾക്കും ഡ്രൈവിംഗ് ഇഷ്ടമാണ്. അപ്പം നമുക്കൊരു ഡ്രൈവേഴ്സ് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പം അങ്ങനത്തെ കേസിൽ നോക്കുമ്പോൾ ഡ്രൈവിങ്ങിന് പറ്റിയ വണ്ടിയാണ്. നമ്മൾ ഇന്നോവ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്നോവ ഒരു ഫാമിലി വണ്ടിയായിട്ട് അല്ലെങ്കിൽ കുറച്ച് പേര് അധികം ഒരു 5 പേര് 6 പേര് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഇത് ഡ്രൈവേഴ്സ് കാറാന്ന് കേട്ട് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട് ഹൈ സ്പീഡ്സിൽ? വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേബിൾ കാർസ് എന്ന് പറയും. കാരണം ഞാനൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ബേസിക്കലി പോണ്ടിച്ചേരി ടു ചെന്നൈ ഹൈവേയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു കാറിൽ. മുന്നിലൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ വെൻഡോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈക്വലി സെയിം സ്പീഡിൽ പോവാണ്. ഒരു 100ന്റെ കുറച്ച് മേലെ ഉണ്ടാവും തോന്നുന്നു. സെയിം സ്പീഡിൽ പോകണം. അപ്പം ഞങ്ങൾ 2 വണ്ടിയിൽ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ബേസിക്കലി നമ്മൾ 2 വണ്ടിയുടെ തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ടോട്ടൽ 6 ലൈൻ ഹൈവേ ആയിരുന്നു. അപ്പോൾ ഒരു ബൈക്ക് പെട്ടെന്ന് ഈ 2 വണ്ടീൻ്റെയും അവൻ്റെ മുന്നിലുണ്ടായത് ബൈക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നു. അപ്പോൾ അവൻ ആ സ്പീഡിലായതുകൊണ്ട് അവൻ കയറിപ്പോയി. ഞങ്ങൾ 2 വണ്ടിയുടെ ഇടയിലാണ് വണ്ടി വന്നത്. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് എന്തായാലും കിട്ടൂല, കാരണം അത്രയും ക്ലോസ് ആണ്. ഞങ്ങൾ 2 വണ്ടി നമ്മൾ എത്ര ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെട്ടിക്കേണ്ടി വന്നു. അപ്പം ആ ഒരു സ്പീഡിൽ നമ്മൾ വെട്ടിക്കുമ്പോൾ ബേസിക്കലി നോർമൽ ഒരു ഹാച്ച് ബാക്ക് കാറാണെങ്കിൽ ആ സ്പീഡിൽ നമ്മൾ വെട്ടിച്ച് എന്തായാലും ഫ്ലിപ്പ് ചെയ്യും, ഫോർ ഷുവർ ഫ്ലിപ്പ് ചെയ്യും. പക്ഷേ ഈ വണ്ടി അത്രയ്ക്കും സ്റ്റേബിളായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ക്വിക്ക് മൂവ്മെന്റ്സിലും നമുക്ക് വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി വണ്ടിക്കുണ്ട്. കാരണം നമുക്ക് ഒരു വോബ്ലിങ്ങോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൈഡ് പൊന്തലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹാച്ച് ബാക്ക് വേറെ ഹാച്ച് ബാക്ക് എടുത്ത് കമ്പയർ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്വിഫ്റ്റ് എടുത്ത് കമ്പയർ ചെയ്താൽ, സ്വിഫ്റ്റ് നമ്മളൊരു ചെറിയ സ്പീഡിൽ തന്നെ ഒരു 60-ലൊക്കെ പോകുമ്പോൾ ഒരു വളവ് ചവിട്ടാണ്ട് ആ വളവ് 60 തന്നെ വളക്കാൻ നോക്കിയാൽ തന്നെ ഒരു സൈഡ് പൊന്തും. അങ്ങനെ പൊന്തിയിട്ടുണ്ട് ഒരിക്കൽ. കാരണം ഞാൻ വീട്ടിൽ പണ്ടൊരു സ്വിഫ്റ്റ് ഡീസൽ ഉണ്ടായിരുന്നു, വൈറ്റ് കളർ. അതെ. അപ്പം ഞാൻ ഓടിക്കുന്ന അച്ഛൻ സൈഡിലിരിക്കുന്നത്, പിന്നെ എനിക്ക് തായ്നേരി ഭാഗത്ത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വളവായിരുന്നു. ഇപ്പം വേറെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നു, എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ ഞാനൊരു 60-ലായിരുന്നു. അപ്പോൾ ഞാൻ ആ 60 തന്നെ എടുത്ത് ഇത് ഓടിക്കുന്നൊരു ഫോളോ ഓടിക്കുന്ന പോലെ തീർന്ന് വളച്ചപ്പോൾ ബാക്ക് ടയർ പൊന്തി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഈ വണ്ടിക്കില്ല. കാരണം ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ആ ഹെവിനെസ്സും നമുക്ക് ഫീൽ ചെയ്യാം. ബേസിക്കലി നമുക്ക് ഓടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് എപ്പോഴും ഫോക്സ്വാഗന്റെ കാർസ് ഓടിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോഴൊരു ഡ്രൈവേഴ്സ് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു എന്താ പറയുക കാറ് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, അത് എപ്പോഴും എനിക്ക് ഫോക്സ്വാഗന്റെ കാറിൽ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാറ് ഫോക്സ്വാഗൻ തന്നെ യൂസ് ചെയ്യുന്നതും എപ്പോഴും. അതുപോലെ ഹൈ സ്പീഡ്സ് എങ്ങനെയുണ്ട് വണ്ടിയിൽ? എത്രയാണ് അത് പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ട. എന്നാലും നമുക്ക് നോർമലി എന്താ പറയാ, അപ്പം ഞാൻ ബേസിക്കലി ഞാൻ പോണ്ടിച്ചേരി ഇടയ്ക്കിടയ്ക്ക് പോയായിരുന്നു. ബിഫോർ മാരേജ് ആയാലും അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ആയാലും ഞാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഹൈവേസിൽ നമുക്ക് എപ്പോഴും എന്താ പറയുക, നമ്മൾ ത്രോട്ടിൽ ചെയ്ത് സ്പോർട്സ് മോഡിൽ ഇട്ടാലും ത്രോട്ടിൽ ചെയ്താൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള ഹൈ സ്പീഡ് അതിൽ കിട്ടാറുണ്ട്. എത്രയാന്ന് നമുക്ക് പറയണ്ട. പക്ഷെ എന്നാലും ഹൈ സ്പീഡ്സിൽ വണ്ടി സ്റ്റേബിൾ ആണ്. നമുക്ക് ബ്രേക്ക് ഡൗണും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. എന്താ പറയുക, നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ അങ്ങനെ ബ്രേക്ക് ഡൗൺ അല്ല, അതായത് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാരണം അന്നേരം വണ്ടി ഒരു വോബ്ലിംഗ് ഫീലിംഗോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഹൈ സ്പീഡ്സ് ആയാലും നമുക്ക് ഒരു സ്റ്റെബിലിറ്റി വണ്ടിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഏട്ടൻ മൊത്തത്തിൽ വോൾസ്വാഗന്റെ കാറിന്ന് ഭയങ്കര സന്തുഷ്ടനാണ് അല്ലേ? ഇതിന്ന് നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ്, ഈ ഒരു പോളോന്ന് നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയോണ്ടാണോ ടൈഗൂണിലേക്ക് പോയത്? ടൈഗൂൺ അല്ല, ടിഗ്വാൻ. ഞാനതിപ്പം കൺഫ്യൂസ് ആവും. അതെ, നീ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ബേസിക്കലി പലർക്കും ഇപ്പം ടിഗ്വാൻ വളരെ ഇന്ത്യയിലെ
വളരെ കുറച്ച് വെഹിക്കിൾസ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം നോർമലി നോർമൽ നമ്മൾ റോഡിൽ ഇറങ്ങി കാണുന്ന ഒരു വണ്ടിയല്ല. അപ്പൊ ആൾക്കാർക്ക് നോർമൽ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ അതെ ടിഗ്വാൻ ടൈഗൺ തമ്മിൽ ഞാൻ ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു ഇമേജും ഇന്ന വണ്ടിയാണെന്ന് അറിയായിരിക്കും, പക്ഷെ ആ പേര് പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറും. പിന്നെ ഒന്നും ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ വണ്ടി ടിഗ്വാൻ ഡെലിവറി എടുത്ത സമയത്ത് ഞാൻ ഡെലിവറി എടുത്ത ഷോറൂമിൽ നിന്ന് ഇറങ്ങി എൻ്റെ വൈഫ് സൈഡിലിരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാം സെറ്റിങ്സ് ഒക്കെ നോക്കി എല്ലാം കറക്റ്റ് ഒക്കെ ആണോ ഓക്കെ ആണോ അല്ലെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണ്. ഷോറൂമിൻ്റെ തൊട്ട് പുറത്താണുള്ളത്. അപ്പം ആ ഷോറൂമിലേക്ക് എനിക്കൊന്ന് ഏതാ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അയാൾ വന്ന് ഇങ്ങനെ വണ്ടീൻ്റെ ചുറ്റും നടന്നു നോക്കി, എന്നിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ വണ്ടീൻ്റെ സ്പെല്ലിങ് ബാക്കിൽ നെയിമിങ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കാകെ ടെൻഷനായി. ഞാൻ വിചാരിച്ചനിപ്പം എന്തെങ്കിലും പറ്റിപ്പോയോ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വണ്ടി ഓഫാക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പുറത്ത് പോയി. ഞാൻ വായിച്ചു നോക്കി, സ്പെല്ലിങ് വായിച്ചു നോക്കി, കറക്റ്റാണ്. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇല്ല കറക്റ്റാണല്ലോ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, അല്ല സാർ ടൈഗൂൺ എന്നല്ല വേണ്ടത്, ഇത് അങ്ങനെയല്ലേ എഴുതിയിട്ടുള്ളത്. ഞാനല്ല സാർ, അത് വേറെ വണ്ടി, ഇത് വേറെ വണ്ടി. അപ്പോൾ അത് വണ്ടി ടിഗ്വാൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു ഷോറൂമിൽ. അത് ഷോറൂമിന്റെ ആൾക്കാരെന്നെയാണോ പറഞ്ഞത്? അല്ലല്ല, ഷോറൂമിലേക്ക് എനിക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമറാണ്. അപ്പം പുള്ളി എനിക്കൊന്ന് ടൈഗൂൺ എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അപ്പോ അത് എനിക്ക് വണ്ടി എടുത്തിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അല്ലല്ല, പാവം അയാള് സഹായിക്കാൻ നോക്കി, പക്ഷെ അതിലൊരു ഫണ്ട് ഉണ്ടായിരുന്നു. അതെ അതെ, അല്ല ഞാനും ശരിക്കും പേടിച്ചു പോയി. ഞാനും പേടിച്ചു ഇനി വല്ല ഇത് ചെയ്തതിലെന്തെങ്കിലും പറ്റിയോ എന്ന് വെച്ച് പുറത്ത് ഇറങ്ങി നോക്കുകയും ചെയ്തു. ബേസിക്കലി ഈ നെയിംസ് ഒക്കെ ഭയങ്കര സിമിലർ ആണ്. ടൈഗൂൺ, ടി റോക്ക് അല്ലെ. ഇപ്പൊ വേറെ ഒരു സബ് 4 മീറ്റർ SUV വരുന്നുണ്ടല്ലോ, അതിന് പേരിടാൻ വേണ്ടിട്ട് ഒരു കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് സ്കോഡയുടെ ആണെന്നല്ലേ? അത് സ്കോഡയാണോ ഫോക്സ്വാഗൻ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു കോൺടെസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു എന്താന്ന് പറയാ ഒരേപോലെയുള്ള കുറെ പേരുകളാണ് കാറുകൾക്കൊക്കെ. അപ്പോ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഈ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ഒരുപാട് പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇത് പോയിട്ട് വാങ്ങാൻ പോകുന്നത്. അപ്പൊ അവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഗോ ഫോർ ദിസ് കാർ. കാരണം യു വിൽ ലവ് ഇറ്റ്. കാരണം നിങ്ങൾ വണ്ടി ഭ്രാന്തനാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള അല്ല ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിരി ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ചിരി, അഡ്രിനാലിൻ, സന്തോഷം എല്ലാം കിട്ടും. ഒരു ഫുള്ളി പാക്ഡ് കാറാണ്. യു വിൽ നെവർ റിപ്പന്റ് ഡ്രൈവിംഗ് ദിസ് കാർ. അതാണ് ഞാൻ എപ്പോഴും പറയാറ്. കാരണം ഞാൻ ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം, പോളോ വാങ്ങിച്ചതിന് ശേഷം എൻ്റെ പല ഫ്രണ്ട്സും ഫോക്സ്വാഗൻ വണ്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഓടിച്ച് ഈ വണ്ടി ഫീൽ ചെയ്തതിന് ശേഷം. അപ്പം അവരൊന്നും എല്ലാവരും പറഞ്ഞ കാര്യം വെച്ചാൽ ദേ നെവർ റിപ്പന്റ് ഡ്രൈവിംഗ് ഫോക്സ്വാഗൻ കാർ എന്നാണ്. അപ്പം ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്, ഡ്രൈവിംഗ് കംഫർട്ട്, ഡ്രൈവിംഗ് ഫീലിംഗ്. അത് നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പോളോന് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഇപ്പം ഭയങ്കര ഹൈ ആണ്. ഈ വണ്ടി തന്നെ എന്നോട്, ഞാൻ ടിഗ്വാൻ വാങ്ങിച്ച സമയത്ത് എന്നെ അറിയുന്ന അല്ലെങ്കിൽ എനിക്കറിയുന്ന ആൾക്കാർ പലരും എന്നോട് വന്നിട്ട് ഈ വണ്ടി വെക്കുന്നുണ്ടോ, പല ഓഫറും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചതിനെക്കാട്ടി കൂടുതൽ വില വരെ പറഞ്ഞവരുണ്ട്. അപ്പം ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളതായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ കാർ വാങ്ങാൻ പോകുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഈ കാറിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതായത് ഇതിന്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും ഷോറൂമിൽ പോയിട്ട് സർവീസ് ഹിസ്റ്ററി എടുക്കണം. പലരും അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ എന്താ പറയുക, സർട്ടിഫൈ ചെയ്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലതൊന്ന് എപ്പോഴും ഷോറൂം സർവീസിലായിരിക്കണം വണ്ടി. ഞാൻ ഈ വണ്ടി ഇത്രയും 6 വർഷമായിട്ട് ഞാൻ ഇതുവരെ പുറത്തുനിന്ന് ഒരു പണി പോലും ചെയ്യിച്ചിട്ടില്ല. ഒരു മൈനർ പെയിന്റിങ് ആണെങ്കിൽ പോലും ഞാൻ ഷോറൂമിൽ തന്നെയാണ് ചെയ്യാറ്. പുറത്തുനിന്ന് ഇതുവരെ ഈ വണ്ടി ഞാൻ സർവീസ് ചെയ്തിട്ടില്ല, ഒരു സാധനവും ചെയ്തിട്ടില്ല. മേ ബി ചിലപ്പം വീൽ അലൈൻമെന്റോ വീൽ ബാലൻസിങ്ങോ ചെയ്തിട്ടുണ്ടാവും എന്നല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ പുറത്തുനിന്ന് ചെയ്യിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫുള്ളി ഷോറൂം സർവീസ്ഡ് വണ്ടി മാത്രം എടുക്കാൻ പാടുള്ളൂ. അതായത് വണ്ടി 6 വർഷമായ വണ്ടിയാണെങ്കിൽ ഷോറൂമിൽ റെക്കോർഡ്സിൽ 6 സർവീസ് ഉണ്ടായിരിക്കണം. നമ്മുടെ പാർട്ട് റീപ്ലേസ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും നമ്മൾ
ഷോറൂം ചെയ്ത വണ്ടിയായിരിക്കണം. അപ്പം ഷോറൂം റെക്കോർഡ്സ് എപ്പോഴും നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ സെക്കൻഡ് ഹാൻഡ് വണ്ടിയും പോലെ മേജർ ആക്സിഡൻസ് ഉണ്ടായിട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിലയിരുത്തുക. പിന്നെ നമ്മളൊരു 6 years അല്ലെങ്കിൽ ഒരു 70,000-80,000 ആയ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കുറച്ച് വെയർ ആൻഡ് ടയർ പാർട്സ് എപ്പോഴും ഒന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ DSG ഗിയർ ബോക്സ്, അപ്പം ഓട്ടോമാറ്റിക് കാർ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ഗിയർ ബോക്സ് ഒന്ന് വെരിഫൈ ചെയ്യുന്ന എപ്പോഴും നല്ലത്. കാരണം DSG ഗിയർ ബോക്സ് കോസ്റ്റ്ലി ആണ്. അപ്പം നമ്മളിപ്പോൾ DSG ഗിയർ ബോക്സിലെ വണ്ടിയാണെങ്കിൽ നമ്മൾ വണ്ടി എടുക്കും, കാരണം നമ്മൾ യൂസ് ചെയ്ത ആൾ എങ്ങനെ യൂസ് ചെയ്തു നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം ഗിയർ ബോക്സ് ആയാലും ഇപ്പം നമ്മൾ നിർത്തുന്നതിന് മുമ്പേ വണ്ടി ഫുൾ സ്റ്റോപ്പ് പോകുന്നതിന് മുമ്പേ റിവേഴ്സ് ഇടുക, അല്ലെങ്കിൽ പാർക്കിങ്ങിലേക്ക് ഇടുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരു സോഫ്റ്റ് യൂസ് അല്ല നമുക്ക് നോർമൽ യൂസ് അല്ലാണ്ട് ചുമ്മാ ഒന്നുപോലെ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാം. അപ്പം നമ്മളെടുത്ത് കിട്ടിയ ശേഷമാണ് കംപ്ലൈൻറ്റ് വരുന്നതെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാവും, നമ്മളെടുത്ത് കുറച്ച് പൈസ ചിലവും. അപ്പം DSG ഗിയർ ബോക്സൊക്കെയുള്ള വണ്ടിയാണെങ്കിൽ എപ്പോഴും നമ്മളൊന്ന് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മൾ നോർമൽ യൂസ് ആണെങ്കിൽ വൃത്തിയായിട്ട് യൂസ് ചെയ്താൽ വണ്ടിയെ സ്നേഹിച്ച് ഗിയർ ഇട്ടാൽ ഒരു വലിയ കുഴപ്പമൊന്നും വരില്ല. കാരണം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അത്യാവശ്യം ഏട്ടൻ നേരത്തെ പറഞ്ഞില്ല, എന്നാലും ഞാൻ പറയാം, അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ മമ്മൂട്ടിയുടെ എല്ലാം കാര്യം പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഈ വണ്ടി ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ കൃത്യമായിട്ട് അത് സർവീസ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഓൺ ടൈം സർവീസ് ചെയ്യുക. വണ്ടി എന്താ പറയേണ്ടത്, ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കൂളന്റ് പമ്പിന്റെ ഇഷ്യൂ, അപ്പം നോർമലി വണ്ടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സൗണ്ട് നമ്മൾ എന്താ പറയേണ്ടത്, ഹൈവേയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊന്നും ഗിയർ അല്ലെങ്കിൽ എന്താ പറയുക ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വരുമായിരുന്നു. അപ്പോൾ അതെന്താന്ന് അങ്ങനെ അപ്പോൾ നമ്മളത് വണ്ടി ഓടും, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു 6 വർഷം പഴക്കമായ വണ്ടിയാണ്, ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും വെച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കാം. പക്ഷെ അങ്ങനെ ഓടിച്ചാൽ നമുക്കത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകും, മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ പോയി എക്സാക്ട്ലി എന്താ സർവീസ് സെന്ററിൽ പോവുക, കാണിക്കുക, അനലൈസ് ചെയ്യുക, എന്താ പറ്റിയെന്ന് നോക്കുക, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക, റീപ്ലേസ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയെ നോക്കിക്കൊണ്ട് കിടന്നാൽ എന്തായാലും വണ്ടിക്ക് വേറെ പ്രശ്നം പറ്റില്ല. അപ്പം മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഒരുപാട് സെൻസേഴ്സും കാര്യങ്ങളിലും അങ്ങനെയുള്ള കുറേ പാർട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഷോറൂം ഒന്ന് പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി ഇല്ല വണ്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് അല്ലേ? അതേ എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടികൾ, ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത വണ്ടികൾ, ഷോറൂം എന്താ സർവീസ് ഹിസ്റ്ററി എടുത്ത് വെരിഫൈ ആയിട്ട് മാത്രമേ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്വിഫ്റ്റ് പോലെയുള്ള വണ്ടികൾ എടുക്കുന്ന പോലെയല്ലേ ഇത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസ കൊടുത്ത എഞ്ചിൻ തന്നെ മാറ്റി വെക്കാനുള്ള അത്രയും. അതെ, നമുക്കിപ്പം മാരുതിന്റെ ഏത് വണ്ടി എടുത്ത് നമുക്കിപ്പം സ്വിഫ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ നാട്ടില് ഇല്ല ഏത് സർവീസ് സെന്ററിൽ കൊണ്ട് വണ്ടി കൊടുത്താലും അവർ വണ്ടി നന്നാക്കി തരും. അപ്പം നമുക്കത് അങ്ങനെ കൊണ്ടു നടക്കാനും പറ്റും. പക്ഷേ നമ്മൾ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടികൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ DSG ഗിയർ ബോക്സ് ഉള്ള വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനത്തെ റിസ്ക് എടുക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പോളോൻ്റെ ഓണറായ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏട്ടൻ്റെ കാറല്ലാതെ വീണ്ടും വേറെ ഒരുപാട് നല്ല കാറുകൾ ചെയ്യുന്ന സമയത്ത് ഏട്ടനെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഏട്ടൻ്റെ അടുത്ത് നിന്ന് നല്ല ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രസമുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ പോളോൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിലൊക്കെ പോളോ തപ്പി നടക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള എനിക്കുള്ളൊരു ഊർജ്ജം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. താങ്ക് യു. ഞാൻ ചെറിയൊരു ആക്സലറേഷൻ കൊടുത്തു നോക്കാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. വെറുതെ അല്ല ഇപ്പോഴും പിള്ളേർ പോളോൻ്റെ ബാക്കിൽ നടക്കുന്നത്. ഭീകര പെർഫോമൻസ് ആണ്. ഒന്നും കൂടെ കൊടുക്കാം. ഇവർ എടുത്തിട്ട് ബാക്കിലോട്ട് പോകുന്ന ഒരു
ബ്രേക്കിംഗ് ആയാലും അന്യായ ബ്രേക്കിംഗ്. അങ്ങ് കാണാം നമ്മൾ ചവിട്ടി വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്.